ഇറാനിൽ യുഎസിന്റെ ബലപ്രയോഗം നടത്താനുള്ള ഏത് ശ്രമവും പരാജയപ്പെടുത്തും. ഇറാനെതിരായ ബാഹ്യ സമ്മർദ്ദവും സൈനിക ആക്രമണവും എന്ന് വിശേഷിപ്പിച്ചതിനെതിരെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ബുധനാഴ്ച ശക്തമായി തിരിച്ചടിച്ചു. ദുർബലമായ വെടിനിർത്തലും പശ്ചിമേഷ്യയിലെ ശത്രുത പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര ഇടപെടലുകളും നിലനിൽക്കെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ ബലപ്രയോഗം നടത്താനുള്ള ഏതൊരു ശ്രമവും ആത്യന്തികമായി പരാജയപ്പെടുത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇസ്ലാമാബാദിൽ ആദ്യ റൗണ്ട് ചർച്ചകൾ സ്തംഭനാവസ്ഥയിൽ അവസാനിച്ചതിനെ തുടർന്ന് വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ രണ്ടാം റൗണ്ട് ചർച്ചകൾക്ക് സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതിനാൽ ക്രിയാത്മകമായ സംഭാഷണത്തിന് ഇറാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പെസഷ്കിയാൻ ഊന്നിപ്പറഞ്ഞതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയായ ISNA റിപ്പോർട്ട് ചെയ്തു. ക്രിയാത്മകമായ സംഭാഷണത്തിനായി ഞങ്ങൾ ഊന്നൽ നൽകുന്നത്, പക്ഷേ കീഴടങ്ങാൻ നിർബന്ധിതരാകില്ല. ഇച്ഛാശക്തി അടിച്ചേൽപ്പിക്കാനോ ഇറാനെ കീഴടങ്ങാൻ നിർബന്ധിക്കാനോ ഉള്ള ഏതൊരു ശ്രമവും പരാജയപ്പെടാൻ വിധിക്കപ്പെട്ടതാണ്. അത്തരമൊരു സമീപനം ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞതായി ISNA ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. ഇറാനിയൻ തുറമുഖങ്ങളെ ലക്ഷ്യമിട്ട് US ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്ന് വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ. ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള ഇതിനകം തന്നെ വഷളായ ബന്ധം ഇത് കൂടുതൽ വഷളാക്കുന്നു. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ ബാധിക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉന്നയിച്ചുകൊണ്ട് ഇറാനെതിരെ USഉം ഇസ്രായേലി സൈന്യവും അടുത്തിടെ നടത്തിയ നടപടികളുടെ നിയമസാധുതയെയും ധാർമ്മികതയെയും പെസഷ്കിയാൻ ചോദ്യം ചെയ്തു. എന്ത് അനുമതിയോടെ എന്ത് കുറ്റകൃത്യത്തിനാണ് നമ്മുടെ രാജ്യത്തിനെതിരെ ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം ചോദിച്ചു. സാധാരണക്കാരെയും ഉന്നതരെയും കുട്ടികളെയും ലക്ഷ്യം വയ്ക്കുന്നതിനും സ്കൂളുകളും ആശുപത്രികളും ഉൾപ്പെടെയുള്ള സുപ്രധാന കേന്ദ്രങ്ങൾ നശിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര നിയമത്തിന്റെയും മാനുഷിക തത്വങ്ങളുടെയും ചട്ടക്കൂടിനുള്ളിൽ എന്ത് ന്യായീകരണമാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യം സമാധാനവും നയതന്ത്ര ഇടപെടലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പരമാധികാരത്തെ ദുർബലപ്പെടുത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യാക്രമണത്തെയോ സമ്മർദ്ദത്തെയോ ശക്തമായി ചെറുക്കുമെന്നും ഇറാൻ പ്രസിഡന്റ് ആവർത്തിച്ചു. ഇറാന്റെ തുറമുഖങ്ങളുടെ പൂർണ്ണ ഉപരോധം വിജയകരമായി നടപ്പാക്കിയതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് നേരത്തെ പ്രഖ്യാപിച്ചു. പ്രധാന പ്രാദേശിക ജലപാതകളിൽ പ്രത്യേകിച്ചും ഹോർമുസ് കടലിടുക്കിൽ US സേന സമുദ്ര ആധിപത്യം ഉറപ്പിച്ചു. ഉപരോധം ആരംഭിച്ച് വെറും 36 മണിക്കൂറിനുള്ളിൽ ഇറാനിലേക്കും പുറത്തേക്കും ഒഴുകുന്ന എല്ലാ സമുദ്ര വ്യാപാരവും US സൈന്യം ഫലപ്രദമായി നിർത്തിവെച്ചതായി സെൻട്രോം കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. മിഡിൽ ഈസ്റ്റിൽ US സേന സമുദ്ര മേധാവിത്വം നിലനിർത്തുന്നതിനാൽ ഇറാനിയൻ തുറമുഖങ്ങളുടെ ഉപരോധം പൂർണ്ണമായും നടപ്പിലാക്കിയിട്ടുണ്ട്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ 90% കടൽ വഴിയുള്ള അന്താരാഷ്ട്ര വ്യാപാരമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഉപരോധം നടപ്പിലാക്കിയതിനു ശേഷം 36 മണിക്കൂറിനുള്ളിൽ US സേന കടൽ വഴി ഇറാനിലേക്കും പുറത്തേക്കും പോകുന്ന സാമ്പത്തിക വ്യാപാരം പൂർണ്ണമായും നിർത്തിവെച്ചു. നാവികർ, മറൈൻ സൈനികർ, വ്യോമസേന അംഗങ്ങൾ എന്നിവരുൾപ്പെടെ 10,000-ലധികം US ഉദ്യോഗസ്ഥരും 1 ഡസനിലധികം യുദ്ധക്കപ്പലുകളും ഡസൻ കണക്കിന് വിമാനങ്ങളും ഉപരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണെന്നും സെൻകോം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.